ചാലക്കുടിയിലേക്കാണ്. ചാലക്കുടിയിൽ ഇടതുപക്ഷം 2014 വിജയം ആവർത്തിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ആ തിരിച്ചറിവ് വോട്ടായി മാറിയിട്ടുണ്ടെന്നും സി രവീന്ദ്രനാഥ് പറഞ്ഞു. വോട്ടെടുപ്പ് അവസാനിച്ച സാഹചര്യത്തിൽ കൈരളി ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ അതേപോലെ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിജയപ്രതീക്ഷ എങ്ങനെയാണ് കാണുന്നത്? പൂർണ്ണമായ വിജയപ്രതീക്ഷ. അതിൽ ഇന്നലെ പ്രചരണം സമാപിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു ആവേശം, ജനങ്ങളുടെ പിന്തുണ എത്രയുണ്ടെന്ന് മനസ്സിലായി. അത് ഇന്നത്തെ പോളിങ്ങിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോളിങ്ങിന് ശേഷവും നല്ല ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഈ പണ്ടെല്ലാം ഈ പോളിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ മറ്റു പല തരത്തിലൊക്കെയാണല്ലോ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ അതൊക്കെ മാറും എന്നുള്ളത് തന്നെയാണ്. പല ഇക്വേഷൻസൊക്കെ മാറി ഒരുപാട് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് ഒരു പഴയ ഒരു ഇക്വേഷനാണ്. പോളിംഗ് ശതമാനം കൂടിയ പോളിംഗ് ശതമാനം കുറഞ്ഞു, അതെല്ലാം നിരർത്ഥകമാണെന്ന് കഴിഞ്ഞ് ഒരുപാട് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞു. അതൊന്നുമില്ല. ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്താൽ, കൂടുതൽ വോട്ട് ചെയ്താൽ അത് യഥാർത്ഥ രാഷ്ട്രീയത്തിനുള്ള വോട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജനങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നവരാണ്. സുമാർ അഴീക്കോട് മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ജനങ്ങളാണ് ഏറ്റവും വലിയ എക്സ്റേ. അദ്ദേഹം പറഞ്ഞ ഏറ്റവും നല്ല വാചകങ്ങളിലൊന്നും അവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയവൽക്കരണ പ്രക്രിയ, രാഷ്ട്രീയവൽക്കരണം അല്ല ഇവിടെ നടന്നിട്ടുള്ളത്. രാഷ്ട്രീയവൽക്കരണ പ്രക്രിയ നടക്കുമ്പോൾ ജനങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് അവർ വോട്ട് ചെയ്യില്ലേ. ആ രാഷ്ട്രീയം നിലനിർത്തണം, എൻ്റെ കടമയുണ്ട്. ഞാൻ എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ചുമതല പോലുമില്ല, മതേതരത്വത്തെ നിലനിർത്താൻ നിങ്ങളുടെ കടമയാണ് എന്ന് പറഞ്ഞത്. കടമ എന്ന് വോട്ട് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കൂടുന്നത് രാഷ്ട്രീയം ശരിയാണ് എന്ന് അവരുടെ ശരിവെക്കലാണ്. ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ച് മറ്റ് പല മുന്നണികളും ഇപ്പം 2020 പോലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ മത്സരിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ ചലനങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും? അല്ല, മാറ്റങ്ങൾ വെച്ചാൽ അവർ മത്സരിക്കുന്നുണ്ട്, അവർക്ക് വോട്ടൊക്കെ കിട്ടും. ഞാൻ പറയില്ല, എല്ലാവരും ബഹുമാനത്തോടു കാണും. ഞാനൊരു ആരാണ് മത്സരിക്കുന്നത് അവരെ ബഹുമാനത്തോടു കാണും. കാരണം അവർക്ക് ജനാധിപത്യ അവകാശമുണ്ട് മത്സരിക്കാൻ, നമുക്ക് അവകാശമുണ്ട് മത്സരിക്കാൻ, അത്രയേ ഉള്ളൂ. പക്ഷേ അവർ മത്സരിക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, LDF മത്സരിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, ഇത് ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്ത് അവസാനം യഥാർത്ഥ രാഷ്ട്രീയം മാത്രം. യഥാർത്ഥ രാഷ്ട്രീയത്തിൽ വേറെ ആർക്കും പങ്കില്ല. നാഷണൽ പൊളിറ്റിക്സിൽ ആർക്കാ പങ്കുള്ള? രാഷ്ട്രീയ ശക്തികൾക്ക് വല്ല പങ്കുണ്ടോ? ഒന്നുമില്ല. നാഷണൽ പൊളിറ്റിക്സിൽ നാഷണൽ പാർട്ടീസിനും അല്ലെങ്കിൽ നാഷണൽ പെർസ്പെക്റ്റീവിലുള്ള പാർട്ടീസിനും മാത്രമേ അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കണമെന്ന് പറയാൻ ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു പ്രസ്ഥാനത്തിന്, കാഴ്ചപ്പാട് മാത്രമല്ല പ്രത്യയശാസ്ത്ര പിൻബലമുള്ള ഒന്നിന് മാത്രമല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. ഇത് പഞ്ചായത്ത് ഇലക്ഷനോ അല്ലെങ്കിൽ അതൊന്നും മോശമായിട്ടല്ല പറഞ്ഞത്, അതൊന്നും അല്ലത്. ഇത് ദേശീയ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. ഒരു രാഷ്ട്രത്തെ എങ്ങനെ നിലനിർത്തണം എന്നുള്ളതിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ്, എൻ്റെ കോൺട്രിബ്യൂഷൻ. അത് കൊടുക്കുന്നത് ദേശീയ പരിപ്രേക്ഷ്യമുള്ള പാർട്ടിക്ക് തന്നെ കൊടുക്കുള്ളൂ, സംശയമൊന്നുമില്ല. അതുകൊണ്ട് LDF UDFും ഇവിടെ അവസാനം ആ ചർച്ചയിൽ വരും, അല്ല ആ ഫൈറ്റിൽ വരും. അത് LDF. ഈ മണ്ഡലം ശരിക്കും ആരുടെയും കുത്തക എന്നല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മുൻപത്തെ ചരിത്രം. പണ്ട് മുഖന്തൂരായിരുന്നപ്പോഴും അതെ, പിന്നീട് ചാലക്കുടി ആയപ്പോഴൊക്കെ മാറി പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോൾ 2014 ഉണ്ടായിരുന്ന ആ ഒരു വിജയം ഇത്തവണ വീണ്ടും LDF തിരിച്ചു പിടിക്കാൻ പോവുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഗാനപ്പന്തമ്പാടം മാഷ് ജയിച്ചതുപോലെ, പിന്നെ എന്താണ് ഇന്നസെൻ്റ് ജയിച്ചതുപോലെ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. ആദ്യഘട്ടം മുതലുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇപ്പോഴും അത് തന്നെ മാഷ് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. മുൻപ് ഈ മുകുന്ദപുരത്തിൻ്റെ അവസാന MP ലോനപ്പൻ നമ്പാടം മാഷാണ് ഇടതുമുന്നണിക്ക് വേണ്ടി ഉള്ള പ്രതിനിധിയായിരുന്നു അദ്ദേഹം. പിന്നീട് ഇന്നസെൻ്റ് 2014 ജയിച്ചു. ആ വിജയം തന്നെ, അന്നത്തെ ആ വിജയങ്ങൾ തന്നെ ഇത്തവണയും ചാലക്കുടിയിൽ LDF ആവർത്തിക്കും എന്ന് തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.